ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മെയ് 16. ഉഗ്രമായ സമരം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6 അധ്യായം 12 വാക്യം. 1896 കാൾ അഖെലി എന്ന പര്യവേക്ഷകനെ എത്യോപ്യയിലെ ഒരു കാട്ടിൽ 80 പൗണ്ടുള്ള ഒരു പുള്ളിപ്പുലി ആക്രമിച്ചു. അയാൾ ഓർക്കുന്നു, പല്ലുകൾ എൻ്റെ തൊണ്ടയിൽ ആഴ്ത്തുവാൻ ശ്രമിച്ച പുള്ളിപ്പുലിക്ക് പക്ഷേ ലക്ഷ്യം തെറ്റി. അതിൻ്റെ ക്രൂരമായ കടി അവൻ്റെ വലതു കൈയിലാണ് ഏറ്റത്. രണ്ടുപേരും മണലിൽ ഉരുണ്ടു. ഒരു നീണ്ട കടുത്ത പോരാട്ടം നടന്നു. അഖെലി ആകെ അവശനായി. ആദ്യം ആർ വിട്ടുകൊടുക്കുമെന്ന രീതിയിൽ പോരാട്ടം തുടർന്നു. അവസാന ശക്തിയും സംഭരിച്ച് വെറും കൈയാൽ അഖെലി അതിനെ ശ്വാസം മുട്ടിച്ചു കൊന്നു. യേശുവിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും എങ്ങനെയാണ് കടുത്ത പോരാട്ടങ്ങളെ നേരിടേണ്ടി വരിക എന്ന് അപ്പോസ്തലനായ പൗലോസ് വിശദീകരിച്ചു. നമ്മെ പരാജയപ്പെടുത്താൻ പാകത്തിലുള്ള പ്രലോഭനങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് നമുക്ക് ഉറച്ചു നിൽക്കാം. നമ്മുടെ ബലഹീനതയും ദൗർബല്യവും മനസ്സിലാക്കുമ്പോഴുള്ള ഭയത്താൽ തകർന്നു പോകുന്നതിനു പകരം വിശ്വാസത്താൽ മുന്നോട്ടു പോകുവാൻ പൗലോസ് വെല്ലുവിളിച്ചു. കാരണം നാം നമ്മുടെ ധൈര്യത്തിലും ശക്തിയിലുമല്ല, ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീനെന്ന് അദ്ദേഹം എഴുതി. നമ്മൾ വെല്ലുവിളികൾ നേരിടുമ്പോൾ ഓർക്കുക, ദൈവം കേവലം ഒരു പ്രാർത്ഥനയുടെ അകലത്തിലുണ്ട്. അതേ, നമുക്ക് നിരവധി പോരാട്ടങ്ങളുണ്ട്. സ്വന്തം ശക്തി കൊണ്ടോ വൈഭവം കൊണ്ടോ നമ്മൾ ഒരിക്കലും അവയിൽ നിന്ന് രക്ഷപ്പെടില്ല. എന്നാൽ നമ്മൾ നേരിടുന്ന ഏതൊരു ശത്രുവിനേക്കാളും തിന്മയേക്കാളും ശക്തനാണ് ദൈവം. ചിന്തിക്കുക, നിങ്ങളിപ്പോൾ എന്ത് പോരാട്ടമാണ് നേരിടുന്നത്? ദൈവത്തിൻ്റെ ശക്തിയിൽ ഉറച്ചു നിൽക്കുവാനും പോരാടാനും ദൈവം നിങ്ങളെ എങ്ങനെ ക്ഷണിക്കുന്നു? ദൈവത്തിന് മഹത്വം.